അപ്പോൾ നമ്മൾ ഇന്നലെ ഓതിയത് 8 ആയത്തുകളാണ്. സിയാദത്തുൽ ഈമാൻ പിന്നെ നുഖ്സാൻ എന്നതിനെ സംബന്ധിച്ച് പല താഴത്തെ കണ്ണിയിൽ പറയുന്ന ആദിഹി സമാനു ആയാത്തിൽ, ഇത് 8 ആയത്തുകളാണ്. ദക്കറഹ, ഇതിനെ മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു ദലീലൻ അലാ സിയാദത്തുൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കുന്നതാണ് എന്നതിനെ കുറിച്ച് ഉള്ള തെളിവായിട്ട് പറഞ്ഞതാണ്. കതുക്കുൽന, നാം മുമ്പ് പറഞ്ഞിരുന്നു, ഇന്നോ കസീറമ്മ എസ്തദലു തർജമത്തിൽ ബാബ് ബിൽ ഖുർആൻ, ഓരോ പാഠം വരുമ്പോൾ ആ പാഠത്തിന് ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യും, തെളിവ് നിരത്തുന്ന രീതി ശൈലി ആർക്കുണ്ട്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. വഖാലഹു മിൻ സുന്നത്തിൻ മുസ്നദത്തിൻ വഗൈരിഹ, പിന്നെ സനദിനാൽ അവതീർണമായ സുന്നത്ത് ഹദീസ് അത് സംബന്ധിച്ച് എന്ത് ചെയ്യും, ചില പാഠങ്ങളുടെ ടൈറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, അതിന് ഉപോത്ബലകമായി തെളിവായി കൊടുക്കാറുണ്ട്. ഔ അസരിമിന സഹാബത്തി, അല്ലെങ്കിൽ സഹാബത്തിൻ്റെ അസറായി അവരുടെ കൗലുകളായിട്ട് വന്നിട്ടുള്ള വാക്യങ്ങൾ, സഹാബത്തിൻ്റെ കൗലുകൾ, അത് സംബന്ധം അതിന് അസർ ആസാറ് എന്ന് ജമാക്കി പറയും. അതും എന്ത് ചെയ്യാറുണ്ട്, ആ പാഠത്തിൻ്റെ ഹെഡിങ്ങിന് ഒരു തെളിവായിട്ട് മുസ്ലിം റഹ്മത്തുള്ളാഹി തആല കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ എന്തുകൊണ്ട് വരും, ആ കൗലിൽ ഉലമായിലുള്ള കൗല്, ചില ഉലമാക്കൾക്കുള്ള കൗല്, മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല, ഇബ്നു സീർ റഹ്മത്തുള്ളാഹി തആല, അതുപോലത്തെ ഉലമായിലുള്ള കൗലുകൾ അതും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നഹ്വിദാലിക്ക, അതുപോലത്തെ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മുസന്നിഫിൻ്റെ ഒരു ശൈലിയാണ്. ആ ശൈലി ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, മുസന്നിഫ് സ്വീകരിച്ചിരിക്കുന്നു. ഫലാക്കിൻ ദക്കറ ഹാദിൽ ആയാത്തി മാ കാന യുനാസിബില്ലാ ഫി ബാബ് സിയാദത്തുൽ ഈമാൻ വനുഖ്സാനി, എങ്കിലും ഇവിടെ മുസ്ലിം റഹ്മത്തുള്ളാഹി തആല കൊണ്ടുവന്നിരിക്കുന്ന ഈ ആയത്തുകളെല്ലാം സിയാദത്തുൽ ഈമാന് നുഖ്സാൻ, ഈമാൻ്റെ സിയാദത്തിനെയും നുഖ്സാനെയും സംബന്ധിച്ച് പറയുന്ന പാഠം, ആ പാഠത്തിൻ്റെ ടൈറ്റിലിൻ്റെ കീഴിൽ അതിന് തെളിവ് നിരത്തി പറയുന്ന ആ ആയത്തുകൾ എന്നൊരു സ്ഥാനത്താണ് ഇവിടെ മുസ്ലിം റഹ്മത്തുള്ളാഹി തആല കൊണ്ടുവന്നിരിക്കുന്ന ഈ ആയത്തുകളുടെ ഒരു ആശയഗതി കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, ലാക്കിൻ ദക്കറ ഹാദിൽ ആയാത്ത് മാ കാന യുനാസിബില്ലാ ഫീ ബാബ് സിയാദത്തുൽ ഈമാൻ നുഖ്സാൻ, അവിടെയാണ് എന്ന് അതിന് റഹ്മത്തുള്ളാഹി തആല അതിനങ്ങനെ നിരൂപിക്കുക. മനസ്സിലായില്ല? അങ്ങനെ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പരാമർശം വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായഗതി അവിടെ പറയുകയാണ്. പൊയിൻകുൽത്താലായാൽ, ഇനി നീ ചോദിച്ചാൽ, ഒരു ചോദ്യം ഉണ്ടാക്കുകയാണ് ആര്, അതിന് റഹ്മത്തുള്ളാഹി, അതിന് മറുപടി അദ്ദേഹം പറയാം. ചോദിച്ചാൽ അല്ലായാത്തു ദല്ലത്തല സിയാദത്തി ഫഖത്ത്, ഇവിടെ വന്നിരിക്കുന്ന ആയത്തുകളെല്ലാം തന്നെ ലിയസ്ദാദു ഈമാനമായ ഈമാനിയും തുടങ്ങിയിട്ട് ഫഖ്ശഹും വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, ഫഖ്ശഹും വമാ സാദഹും ഇല്ലാ സാദഹും ഈമാന എന്ന് തുടങ്ങി, പിന്നെ വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ എന്ന് വരെ വരുന്ന ഈ 8 ആയത്തുകൾ എന്നെക്കുറിച്ചാണ് പറഞ്ഞോളൂ. ഇത് അറിയിക്കുന്നില്ല, അതിനല്ലാതെ സിയാദത്തിൻ്റെ മേൽ മാത്രമേ അറിയിക്കുന്നുള്ളൂ, നുഖ്സാനെ മേൽ അറിയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, കൈമുൽത്താൽ ആയാത്തു ദല്ലത്തല സിയാദത്തി ഫഖത്ത്, സിയാദത്തിൻ്റെ മേൽ മാത്രമാണ് അറിയിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ, വൽ മഖ്സൂദ്, ഉദ്ദേശം ബയാനു സിയാദത്തി വ നുഖ്സാനി, ഉദ്ദേശം എന്താ, ഈമാനെ കുറിച്ച് പറയുമ്പോൾ ഈമാൻ്റെ സിയാദത്തിനെയും നുഖ്സാനെയും കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നുള്ളൂ, സിയാദത്ത് മാത്രമാണ് ഹദീസിൽ ആയത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. അപ്പോൾ എന്ന് നീ പറഞ്ഞാൽ കുൽത്തു, ഞാൻ പറയും. ഖാൽ കിർമാനി, അൽ കിർമാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധമായൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. കുല്ലുമാ, എല്ലാ ഓരോ കാര്യവുമാവുന്നത് കബില സിയാദത്ത്, അതിനെ സ്വീകരിക്കുന്നു, വർദ്ധനവിനെ സ്വീകരിക്കുന്ന ഏതൊരു കാര്യവും ലാബുദ്ദ യകൂന ഖാബിലൻ ലിനുഖ്സാനി, അതായിരിക്കും നുഖ്സാനെയും സ്വീകരിക്കുന്നതായിരിക്കും. വർദ്ധനവിനെ സ്വീകരിക്കുന്നത് ചെയ്യും, പിന്നെ ഇല്ലായ്മ വരുമ്പോൾ നുഖ്സാനെയും അത് സ്വീകരിക്കുന്നതായിരിക്കും, സറൂറത്തൻ, അനിവാര്യമായിട്ട്. അപ്പോൾ ഇവിടെ സിയാദത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ വന്നപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും, ഈമാന് സിയാദത്തും കിട്ടും, നുഖ്സാൻ കിട്ടും, രണ്ടും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആശയം മനസ്സിലാക്കാം. അതാണ് അതിൻ്റെ മറുപടി കേട്ടോ. പിന്നെ ആയത്തുകളെ സംബന്ധിച്ച് ഓരോന്നിനെ സംബന്ധിച്ചും അവിടെ അതിന് റഹ്മത്തുള്ളാഹി നമ്മളത് പറഞ്ഞു, പൊതുവെ നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഈ ആയത്തുകളെ കൊണ്ടെല്ലാം സിയാദത്ത് നുഖ്സാൻ സംഭവിക്കും എന്ന് വരികയാണ്. നമ്മൾ പറഞ്ഞു അസ്തുൽ ഈമാൻ എന്തില്ല, സിയാദത്ത് നുഖ്സാൻ ഇല്ല എന്നാണ് ഈ ഇമാമിൻ്റെ അഭിപ്രായം. പക്ഷെ മറ്റ് ഇമാമിങ്ങളുടെയൊക്കെ അസ്ഹാബുൽ ഹദീസിൻ്റെയും ബുഖാരി തങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്, അസ്തുൽ ഈമാൻ തന്നെ എന്തുണ്ട്,
നുക്സാനും ജിഹാദ് സംഭവിക്കും. അപ്പോൾ ഇവിടെ ഈമാനികമായ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് ജിഹാദ് നുക്സാൻ സംഭവിക്കും. അങ്ങനെയുള്ള രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ജിഹാദ് നുക്സാനെ കുറിച്ച് ഇമാമുകൾക്ക് മൊത്തത്തിലുള്ളത്. പിന്നെ അടുത്തത് വൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹി മിനൽ ഈമാൻ. അള്ളാഹുവിൽ ഇഷ്ടം വയ്ക്കുക, അള്ളാഹുവിൽ കോപം വയ്ക്കുക അല്ല ഈമാൻ്റെ ഈമാനിൽപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ഇഷ്ടപ്പെടുക. അള്ളാഹു ഇഷ്ടപ്പെടുക പറഞ്ഞു മനസ്സിലല്ലേ. അത് ഹുബ്ബില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അത് നമ്മളെല്ലാ നന്മകളും നമുക്ക് എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നു, നൽകിയവൻ നൽകാൻ പോകുന്നു ഒക്കെ ആരാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. പിന്നെ ബുഗ്ളില്ല അള്ളാഹുവിൽ കോപം വയ്ക്കാന്ന് വെച്ചാൽ അർത്ഥം അള്ളാഹു വെറുത്ത, അള്ളാഹു താല മോശമായി, അള്ളാഹു താല പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളോട് എന്ത് ചെയ്യുക വെറുപ്പ്. മനസ്സിലായില്ല. അതിൽ ദേഷ്യം നമുക്കുണ്ടാകുമോ. വൽ ബുഗ്ളില്ല ആ അള്ളാഹുവിൽ കോപിക്കുക എന്നുള്ളതും അത് രണ്ടും എന്താണ് മിനൽ ഈമാൻ, എന്താണ് അത് ഈമാനിൽപ്പെട്ടതാണ്. അതും മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്. അത് സംബന്ധമായ ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട് പുറകെ വരുന്നുണ്ട്. ഇപ്പം കത്തബ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം എന്താണ് ഉമർ സാനി, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട ധീരനായ വീരശൂര പരാക്രമിയായ വളരെ നീതിമാനായ, നീതി കൊണ്ട് ലോകത്തെ നിറച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശത്ത് അദ്ദേഹം നീതി കൊണ്ട് നിറച്ചത്. പക്ഷെ നീതി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശത്ത് നിറച്ചപ്പോൾ ലോകത്തിന് മൊത്തം എന്ത് ചെയ്തു മാതൃകയും പഠനവും പാഠ്യവിഷയവുമായി മാറി. അങ്ങനെയല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഏത് രാജ്യത്തുള്ള പല പ്രതിഭകളെയും വലിയ മഹാന്മാരെയും നാം എന്താണ് ലോകത്തിൻ്റെ പ്രതിഭകളായി, ലോകത്തിൽ ജനിച്ച മഹത്തുക്കളായി നമ്മൾ എന്താണ് വിവരിക്കുകയാണ്. പക്ഷെ അവർ വർക്ക് ചെയ്യുന്ന അവരുടെ മണ്ഡലം, പ്രവർത്തന മണ്ഡലം എന്തായിരിക്കും അവരുടെ ഇടം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ശ്രുതി, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ പ്രഭ, അതിൻ്റെ പ്രശസ്തി എന്താണ് ലോകം മൊത്തം വ്യാപി. മനസ്സിലായില്ലേ. ഉമർ ഇബ്നുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കാലഘട്ടത്തിൽ അതിൽ പോയ രണ്ടാളുകളെ പറ്റി ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാളുകൾ ഇങ്ങനെ വഴിക്ക് നടന്നു പോകുന്ന അവസരത്തിൽ എന്ത് ചെയ്തു, രണ്ട് ആടുകൾ തമ്മിൽ പരസ്പരം ഇടികൂടുകയാണ്. അപ്പോൾ ഇത് ഈ വഴിയെ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാൾ പറഞ്ഞു, എന്ത് ഈ ആടുകൾ ഇങ്ങനെ ശണ്ട കൂടണേ, എന്തിനാ ഈ ആടുകൾ ഇങ്ങനെ ശണ്ട കൂടുന്നത്, നമ്മുടെ ഖലീഫയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, നമ്മുടെ ഖലീഫയ്ക്ക് എന്തെങ്കിലും പറ്റിയോ, അദ്ദേഹത്തിനുള്ള വഫാത്തുൽ സംഭവിച്ചോ എന്ന് അവരിങ്ങനെ ഒരു സംശയരൂപേണ സംസാരിച്ചു. അപ്പം എന്തായാലും മനസ്സിലാക്കണ്ടേ, നാം ചെയ്യുന്ന നന്മ, നമ്മുടെ ആ നീതി, അദാലത്ത്, നീതിമാനായ ഭരണാധികാരി അദാലത്ത്, അത് പ്രസരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്കും എന്ത് ചെയ്യും, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞു. പിന്നെ ഇവർ ഉടനെ ഇവർക്ക് ഖബറെത്തുവാണ്. ആര് ഉമർ അബ്ദുൽ റളിയല്ലാഹു തആല അൻഹു ചെയ്തു. മനസ്സിലായില്ലേ. അതുപോലെ ഫിർഔൻ ജനിച്ചതിനെ തുടർന്ന് പലരോട് സംഭവിച്ചു. ഇത്ര മോശപ്പെട്ടവനായിരുന്നു അവന് ജന്മം വന്നപ്പോൾ തന്നെ എന്തെങ്കിലും ലോകത്ത് പല ദുരന്തങ്ങളും ഒരു അങ്ങനെ ഒരു മനസ്സിലായില്ലേ, എന്താ പറയുക, ഒരു സിഗ്നൽസ് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പല ഗോതമ്പ് പോലത്തെ പല ധാന്യങ്ങളുടെയും വലിപ്പം വളരെയധികം കുറഞ്ഞുപോയി, വളരെയേറെ കുറഞ്ഞുപോയി ധാന്യങ്ങൾ വരും. ഗോതമ്പൊക്കെ പണ്ടൊരു ചക്കലത്തുണ്ടായിരുന്നത്, ഗോതമ്പില്ല, ഗോതമ്പ് ഇപ്പം ദൂരമുണ്ട്, ഒത്തിരിയല്ലുള്ളൂ. പഴയ കാലത്ത് നിന്നാണ് ഒരു ചക്കയുടെ എത്തുണ്ടായിരുന്നു ഗോതമ്പ്, അല്ലേ. അപ്പോൾ ഒരു ഗോതമ്പിന് വെട്ടിപ്പൊളിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ അങ്ങനെ വലിപ്പമുള്ള വസ്തുക്കളായിരുന്നു പല ധാന്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ചില കനികളിൽ കയ്പ് വന്നു, ചിലതിൻ്റെ മധുരം കുറഞ്ഞു. ഇതൊക്കെ ഫിർഔൻ ലഅനത്തുല്ലാഹി തആല അലൈഹി അവനിങ്ങനെ ജനിച്ചപ്പോൾ തന്നെ ചെയ്തു. മനസ്സിലാവേണ്ട പറഞ്ഞേ. അപ്പോൾ ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ എന്താണ് മൃഗങ്ങളിൽ വരെ അതിൻ്റെ സ്വഭാവം മാറിപ്പോകും കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഇതാ പറയണം. ഖത്തബ ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എഴുതി ഇല അദി ഇബ്നു അദി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അദി ഇബ്നു അദി എന്നവരിലേക്ക് എഴുതി, ഇന്നലിൽ ഈമാനി ഫറായിൽ, നിശ്ചയമായി ഈമാനിനുണ്ട് ഫറായിൽ, ഫറലായ കുറേ കാര്യങ്ങളുണ്ട്. ഷറായിയ, പിന്നെന്താണ് ഷറായിയായ ശരീഅത്ത് എന്ന
പേര് നിശ്ചയിക്കപ്പെട്ട കുറേ കാര്യങ്ങളും എന്തുണ്ട് ഈമാനിനുണ്ട്. ആ ഹുദൂദൻ, പിന്നെന്താണ് ഹുദൂദ്, ആ അതിരുകൾ, അതിർത്തികൾ എന്നൊക്കെ അർത്ഥം പറയും. ആ ഹുദൂദുകളായി പറയപ്പെട്ട, പരാമർശിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ ഈമാനിനുണ്ട്. ഓ സുനനൻ, സുനനുകളായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളൊന്നുണ്ട് ഈമാനിനുണ്ട്. ഫമനിസ്തക് മലഹ, ആരതെല്ലാം പൂർത്തിയാക്കിയോ. ഫമനിസ്തക് മലഹ എന്നാ പറഞ്ഞു. ഇസ്തിഫാലും ബാബ തേട്ടത്തിന്റെ ബാബ. അത് പൂർത്തിയാക്കാനുള്ള പ്രയത്നത്തിലും തേട്ടത്തിലുമായി അവന്റെ ജീവിതം അവനെന്ത് ചെയ്യുന്നു, പരിശ്രമത്തിന്റെ തുടർച്ചയിൽ ഒരുത്തിനെന്താണ് വ്യാപരിക്കാൻ സാധിച്ചുവോ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം പോകുന്നത്. മനസ്സിലായില്ലേ? അവൻ ഇസ്തക് മലഹ ഇസ്തക് മല്ലി, അവൻ്റെ ഈമാൻ എന്തായി പൂർണ്ണമായി അവൻ നേടിയെടുത്തവനായി തേടിയെടുത്തവനായി കേട്ടോ. അവല്ലം ഇസ്തക് മിൽഹ, ഈമാൻ കിട്ടി, മുസ്ലിമായി, പേര് അബൂബക്കർ അല്ലെങ്കിൽ പേര് പറയുന്നതിനും പേരായി, ഇങ്ങനെ അതിൽ വലിയ ഒരു പരിശ്രമം ചെയ്യാത്തൊരു പ്രകൃതി കാട്ടി. ആൾക്കാർ പല സ്വഭാവക്കാരാണോ. ആരതിനെ പൂർത്തിയാക്കി നേടിയെടുത്തില്ലയോ വീട്ടിയെടുത്തില്ലയോ, ലം അസ്തക്മിൽ ഈമാന, ഈമാൻ അവനക്ക് എന്താണ് പൂർണ്ണമായിട്ടില്ല, പൂർത്തിയാക്കി വീട്ടിയെടുത്തിട്ടില്ല. അപ്പം എന്താണ് ഈ പറഞ്ഞ ഈ പ്രയോഗങ്ങളിൽ നിന്നും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു തെളിവ് കൊണ്ടുവരികയാണ്. പല കാര്യങ്ങളും ഉള്ളൊരു കാര്യത്തിലാണ് എന്താണ് പൂർണ്ണമാക്കി എടുക്കുക, പൂർണ്ണമാക്കി എടുക്കാതിരിക്കുക എന്ന് വരിക. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ കാര്യമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് കാര്യങ്ങളുടെ ഒരു സഞ്ചയമാണ്. അതാണ് അസ്ഹാബുൽ ഹദീസിന്റെ അഭിപ്രായം, മൂന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായം. അതാണ് അവർ ജിയാത്തു നുക്സാൻ എന്തിനുണ്ട്, ഈമാൻ ഉണ്ട് എന്ന് പറയാൻ കാരണം. ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിന്റെ എന്താണ് മാരിഫത്താണ്, കൽബിന്റെ എത്തിക്കാതും ജാസിമാണ്. അതാണ് ഈമാൻ. അത് മാത്രമാണ് ഈമാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ അവിടെ വർധനവിന് സാഹചര്യം ഉണ്ടായും. മനസ്സിലാവുണ്ടോ? അതാണ് അസൽ ഈമാൻ. എന്താണ് വർധനവില്ല എന്നാണ് പറയാൻ കാരണം, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല പറയുന്നത്. അതാണ് ഇപ്പം ഇത് അതിന് ഉപോത്ബലകമായിട്ട് ആര് കൊണ്ടുവരുന്നത്, ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിന് സിയാത്തു നുക്സാൻ എന്തിനുണ്ട്, ഈമാനുണ്ട്. അതിന് ഈമാൻ എന്തുണ്ട്, ഫറായിലുണ്ട്, ഷറായി ഉണ്ട്, ഹുദൂദുണ്ട്, സുനനുണ്ട്. അതെല്ലാം പൂർത്തിയാക്കിയ ആൾക്ക് എന്ത് ചെയ്യും, ഈമാൻ പൂർത്തിയായി. അപ്പം ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല നിലപാട് നമ്മുടെ നിലപാടുകളോട് യോജിക്കുന്നു. മനസ്സിലായില്ലേ? എന്നാണ് കൊണ്ടുവരുന്നത്. വമല്ലം അസ്തക്മിൽ ആലം അസ്തക്ബിൽ ഈമാൻ, ആരത് പൂർത്തിയാക്കി വീട്ടിയില്ലയോ അവർക്ക് ഈമാൻ പൂർത്തിയാക്കി അവൻ വീട്ടിയിട്ടില്ല. ഫൈൻ ഐഷ്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ, അത് കത്തെഴുതാണ്. നമ്മുടെ കത്തൊക്കെ എങ്ങനെയായിരിക്കും, എന്നാണ് വിശേഷം, നീ മാങ്ങ പറിച്ചോ തേങ്ങ പറിച്ചോ അല്ലേ, എല്ലാം തേങ്ങ ഉണങ്ങിയതാണെന്നോ, സ്വാലിഹ്യങ്ങളുടെ കത്തൊക്കെയാണ്. ഫൈൻ ഐഷ്, ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഉപയ്യിനുഹാലക്കും, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, അത് എന്താണ് ഈ ഫറായിദ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ഷറായി എന്ന് പറഞ്ഞാൽ, എന്താണ് ഹുദൂദ് എന്ന് പറഞ്ഞാൽ, എന്താണ് സുനൻ എന്ന് പറഞ്ഞാൽ, ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഹത്താ തഅമലു ബിഹാ, നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വിസ്തൃതമായ വിശാലമായ ഒരു അറിവ് നിങ്ങൾക്ക് എന്താണ് അറിയുകയും അതുവഴി അമൽ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അങ്ങനെ അമൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ എന്താണ് പറഞ്ഞു തരാവുന്നതാണ്. ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ, ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ കേട്ടോ, സുഹബത്തിക്കും ഹരീസ്, ഞാനല്ല നിങ്ങളോട് സൗഹൃദം നിലനിർത്തിപ്പോ ഈ ദുനിയാവിൽ എന്താണ് കഴിഞ്ഞുകൂടുക എന്ന വിഷയത്തിൽ എന്താണ് ഹരീസ്, അതിയായ ആഗ്രഹമുള്ള ആൾ. നമുക്ക് നൽകിയ ആയുസം ജീവിക്കുക, റബ്ബ് തിരിച്ചു വിളിച്ചു. മനസ്സിലായില്ല? ജീവിതം എനിക്ക് മുന്നോട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. 39 വയസ്സിലാണ്ട് മഹാനര് വഫാത്തായെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അമുദ്, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ സുഹബത്തിക്കും ഹരീസ്, നിങ്ങളോട് സുഹബത്ത് ആയി ഇങ്ങനെ സൗഹൃദത്തിൽ കഴിഞ്ഞ് ഇങ്ങനെ കുറേ നാൾ പോയി ജീവിച്ചു പോവുക, അക്കാര്യത്തിന് ഞാൻ എന്താണ് അതിയായി ആഗ്രഹിക്കുന്ന ആളുമല്ല. ഇതാണ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അദി ഇബ്നു അദിയ എന്നവരിലേക്ക് എഴുതിയ കത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഫറായിൽ എന്ന് വെച്ചു. ഫറായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമലുകളാണ്.
അതിൻ്റെ വിശദീകരണം അവിടെ ഐൻ റഹ്മത്തുള്ളാഹി പറയുന്നു. കുൽത്തു കേട്ടാ, പറഞ്ഞിട്ടില്ലേ, കുൽത്തു ഉണ്ടില്ലേ, കൗലുഹു ഫറായിൽ എന്ന് പറഞ്ഞെന്താണ്, ഐ അമാൽ, അമലുകളാണ്. അപ്പോൾ ഈമാൻ എന്നുണ്ട് കുറേ അമലുകളുണ്ട് എന്നർത്ഥം. 150-ാമത്തെ പേജിലെ പുസ്തകങ്ങളുടെ മധ്യഭാഗത്ത് അമാൽ, അമലുകളാണ് കേട്ടോ. ഷറായിദ് എന്ന് വെച്ചാൽ എന്താണ്, ഐ അഖായിദ്, ഉദ്ദേശിക്കുന്നത് അഖായിദ്, കണ്ടില്ലേ, അഖായിദാണ്. ദീനിയത്തുൻ, ദീനിയായ മതനിഷ്ഠമായ അഖായിദുകൾ പഠിച്ചില്ല, അഖീദ പഠിച്ചില്ലേ, അള്ളാഹു അക്ബർ, അള്ളാഹു അഹദ്, അൽ മലായികത്തു അഹദ്, റുസുലു അഹദ്, നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെയുള്ള ശരീഅത്ത് സംബന്ധമായ അഖായിദ് വിഷയം എന്താണ്, വിശ്വാസപരമായ കാര്യങ്ങൾ. ഹുദൂദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, മൻഹിയാത്ത്, എന്താണത്, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ. മദ്യം വർജിക്കണം, ജിന വർജിക്കണം, കളവ് പറയാൻ പാടില്ല, കളവ് നടത്താൻ പാടില്ല, മനസ്സിലായി, മൻഹിയാത്ത്, മംനൂഅത്ത്, നിരോധിക്കപ്പെട്ട മൻഹിയാത്ത്. സുനൻ എന്ന് വെച്ചാൽ എന്താണ്, മന്ദൂബാത്ത്, എന്താണ്, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ മാനെ എന്ത് ചെയ്തു വിശദീകരിച്ചിരിക്കും. അല്ലാതെയും അർത്ഥങ്ങൾ പറയും ഇപ്പോൾ ചിലവർ മക്കൾ കേട്ടോ. പ്രധാനമായിട്ട് പറയുന്ന അർത്ഥം അതാണ്. കാല ഇബ്രാഹിം, അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വലാക്കിൻ, ആരാ ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാക്കിൻ ലിയത്മഇന്ന ഖൽബി, ഖുർആൻ അതാണ് ചുവന്നാക്ഷരത്തിലെ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നത്, വലാക്കിൻ ലിയത്മഇന്ന ഖൽബി. അപ്പം അവിടെ ഒരു സാഹചര്യമാണത്, അറിയാൻ പാടില്ലേ. അപ്പോൾ എനിക്ക് മരിച്ചതിന് ശേഷം പുനർജനിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ, പ്രസവനം ചെയ്തു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു തആല തിരിച്ചൊരു ചോദ്യം ചോദിക്കണം, അവലം തുഅ്മിൻ, നമ്മൾ വിശ്വാസിയായില്ലേ. ഇതൊരു ചോദ്യമാണ്, ഇതൊരു വല്ലാത്ത ചോദ്യമാണ്, മനസ്സിലായില്ലേ, നിങ്ങൾ വിശ്വാസിയായില്ലേ. അവിടുത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറുപടിയും ഒരു സൂപ്പർ മറുപടിയാണ്, മനസ്സിലായില്ലേ. എങ്ങനെയാണ് മറുപടികൾ പറയേണ്ടത് എന്നതിൻ്റെ വലിയൊരു അധ്യാപനം കൂടിയാണത്. ഞാൻ വിശ്വാസിയാണ്, നിങ്ങൾ വിശ്വാസിയായില്ലേ എന്ന് അള്ളാഹു താല ചോദിച്ചു. വിശ്വാസത്തെ ചൂണ്ടി ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വാസിയായില്ലേ. തിരിച്ച മറുപടി എന്താ, ബല, ആണ്, ഞാൻ വിശ്വാസിയാണ്. വലാക്കിൻ ലിയത്മഇന്ന ഖൽബി, മനസ്സിലായില്ലേ. എങ്കിലും എൻ്റെ കൽബിന് ഒരു തുമഇനീനത്ത് ആണ് ഇവിടെ പറഞ്ഞ ആയത്തതാണ്, പറഞ്ഞ ഓതി ആയത്തതാണ്. വലാക്കിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ കൽബിന് എന്താണ്, ഒരു തുമഇനീനത്ത് വരാൻ വേണ്ടിയിട്ട്. അതാ തുമഇനീനത്ത് എന്താ, ഇവിടെ ഉദ്ദേശിച്ചത്, ഇവിടെ ഇബ്രാഹിം നബി ഉദ്ദേശിച്ച തുമഇനീനത്ത് എന്താ, അത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഒരു കാര്യത്തെ നമ്മൾ ആശയപരമായി മനസ്സിലാക്കി ഒരു ദിവസമോ ഒരു 100 ദിവസമോ അല്ലെങ്കിൽ 200 ദിവസമോ നമ്മൾ വാല് പറഞ്ഞും അല്ലെങ്കിൽ പഠിച്ചും മനനം ചെയ്തും മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടൊരു കാര്യം, അത് കിട്ടിയാൽ നമുക്കൊരു ഉറപ്പ്, അത് കിട്ടിയാൽ നമുക്കൊരു ദൃഢതയും അതിൻ്റെ കാഠിന്യവും ഒക്കെ ഉണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ, ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യം നമ്മൾ നേർക്ക് നേരെ കാണും, മനസ്സിലായില്ലേ. ഒരു പഴുത്ത മാമ്പഴം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിലുള്ള ഒരു മാമ്പഴം വന്നു കഴിഞ്ഞു അല്ലേ, പ്രിയൂർ മാമ്പഴോ സേലം മാമ്പഴോ അല്ലെങ്കിൽ നീലം മാമ്പഴോ അല്ലെങ്കിൽ ബംഗാരപ്പള്ളി വന്നു കഴിഞ്ഞു അല്ലേ, എന്തെങ്കിലും ഒരു മാമ്പഴം വന്നു, അല്ലെങ്കിൽ നാട്ടിലുള്ള നാട്ടുമാങ്ങ വന്നു. പക്ഷെ ഒരു മാമ്പഴം നമ്മുടെ മുമ്പിലേക്ക് കിട്ടുമ്പോഴും, നമ്മുടെ ഈ കാണുന്ന വിരിപ്പിന് മുമ്പ് കൂടെ ഒരു പഴുത്ത മാമ്പഴം വന്നു വെച്ചാൽ സംഗതി കൊള്ളാലോ, നല്ലൊരു മാമ്പഴം കിട്ടിയ നമ്മുടെ ചിന്തയും അല്ലേ, നമ്മുടെ ആ ചോദനയും ആ ദൗക്കും അതിൻ്റെ അനുഭവവേദ്യമായ അവസ്ഥയ്ക്കും വലിയ മാറ്റം. ശരിയാണോ. ചിലപ്പോൾ പലരുടെ മനസ്സിലെന്ത് ചെയ്യും, ഭയങ്കരമായ ലഡു ഇങ്ങനെ തൊടുതുരാ പൊട്ടും അല്ലേ. ഇനി അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ വായിൽ കപ്പുളൊടിക്കാനുള്ള വെള്ളം എന്നൊക്കെ പറയൂലേ, അതിലൊരു പൂള് കിട്ടിയാർന്ന് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, നല്ല കൊതിയൊക്കെ തോന്നും, മനസ്സിലായില്ലേ. അപ്പോൾ അള്ളാഹുവിനെ അനുഭവിക്കുക, അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ഓരോ തീരുമാനങ്ങളാണത്. എന്താണ്, മരണപ്പെട്ടതിന് ശേഷം പുനർജനിക്കുക എന്നുള്ളത്. അതൊക്കെ അനുഭവവേദ്യ എന്ന് പറഞ്ഞാൽ അതിന് പല ദർജകളുണ്ട്, പല ശ്രേണികളുണ്ട്, മനസ്സിലായി. അപ്പോൾ എന്താണ്, ഈ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കിട്ടിയ ഈ മനനങ്ങളിലൂടെയും ഈ പാഠ്യങ്ങളിലൂടെയും വഹികളിലൂടെയും, വഹിയുണ്ടല്ലോ, നബിയല്ലേ അലൈഹി സ്വലാത്തു വസ്സലാം, ഒക്കെ ലഭിച്ചതായ ആ കാര്യം നേർക്ക് നേരെ കാണുമ്പോൾ അതിന് ഖുർആൻ പിന്നെ പറയുന്നുണ്ട്, എൻ്റെ രാജസിംഹാസന കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഇബ്രാഹിം നബിക്ക് എന്ത് ചെയ്തു, ഞാൻ വെളിപ്പെടുത്തി കൊടുത്തു അല്ലേ, ഖുർആൻ പറയല്ലേ. പിന്നെ പറയണത് എന്താ,
ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനല്ല, ഒരു പ്രവാചകനല്ല, ഉമ്മത്തൻ, ഒരു സമുദായമാണ്. മനസ്സിലായില്ലേ എന്ന് പറയണം. തീർന്നില്ല, പിന്നെന്താ പറഞ്ഞ ഖലീലുള്ളാ, സ്ഥാനപ്പേര് എന്താണ്? ഖലീലുള്ളാ, അള്ളാഹുവിന്റെ സ്നേഹിതൻ. അള്ളാഹ്ക്ക് സ്നേഹിതന്മാരുണ്ടോ? അള്ളാഹ്ക്ക് ശുറക്കായില്ലല്ലോ. പക്ഷെ ആ പേരാർക്ക് കിട്ടി, ഖലീലുള്ളാ, അവന്റെ സ്നേഹിതൻ എന്നുള്ള പേര്. മനസ്സിലായി? അത്ര വലിയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അടിമയായ പ്രവാചകരായ നമ്മുടെ സയ്യിദായ നേതാവാണ് ആര്? ഇബ്രാഹിം നബി. അതിന്റെ അംഗീകാരമാണല്ലോ വർഷാനുവർഷം ഹജ്ജ്, എപ്പോഴും നടക്കുന്ന ഉംറ. മനസ്സിലായില്ലേ? തവാഫ്, സഅയ്, ഇതെല്ലാം ആരുടെ സ്മരണയാണ്? ഓരോ പ്രവാചകന്മാർ വന്നുപോയി. മനസ്സിലായില്ലേ? ആ ഇബ്രാഹിം നബിനെ ഓർമ്മിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെ ഹജ്ജ് പൂർത്തിയാക്കണം. ആർക്ക് ഓർഡർ? സയ്യിദുനാ നബിയുനാ ഖാതിമുൽ അംബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അദ്ദിൻ ബിന്നാസ് ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? വിളംബരം അറിയിക്കാൻ ആരോട് പറഞ്ഞു? ഇബ്രാഹിം നബിയുടെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇബ്രാഹിം നബി, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു മനുഷ്യനില്ലാത്ത, ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അല്ലാതെ ഒരാളില്ലാത്ത ഈ വിജനമായ ഈ പ്രദേശത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞു, അത് ആര് കേൾക്കാനാണ്? അള്ളാഹുവിനോട് ചോദിച്ചാണ്. ഞാൻ വിളിച്ചു പറഞ്ഞത് ആര് കേൾക്കാനാണ്? ഇന്നാണ് പിന്നെ കുറേ പലതും ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ, ഇൻഫർമേഷൻ, അന്ന് ഇതെല്ലാം ഉണ്ടോ? ഒന്നുമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇത് ആര്? ഞാൻ പറഞ്ഞ പണി ചെയ്യുക. എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് വിളംബരം കൊടുക്കുക. അത് കേൾപ്പിക്കേണ്ട ഒരു മുതലാരുടെയാണ്? ഓരോ വഴിത്താരകളിൽ നിന്നും, ഗല്ലുകളിൽ നിന്നും, ഓരോ റോഡുകളിൽ നിന്നും, റോഡ് മാത്രമാണോ? റോഡുകളിൽ നിന്നും, കടലുകളിൽ നിന്നും, പിന്നെന്താ, ആകാശങ്ങളിൽ നിന്നും, എന്നിട്ട് മക്കത്തിൽ മുക്കറം അല്ലേ? എവര് റോഡ് ടു റോം, നമ്മുടെ സീസറിന്റെ നോവലിൽ പറഞ്ഞ എവര് റോഡ് ടു മക്ക, എല്ലാ റോഡും മക്കത്തേക്കാണ് അല്ലേ? എല്ലായിടത്തുള്ള ആൾക്കാര് മക്കയിലേക്കുള്ള യാത്രയിലെ, മക്കയിലേക്ക് പോകുന്നവരെ യാത്രയാക്കാനും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടി മക്ക അടക്കാൻ മർഹബം ബിൽ അല്ലേ? പള്ളികളിലെല്ലാം അവർക്ക് യാത്രയയപ്പ് അല്ലേ? ലോകം മൊത്തം എന്ത് ചെയ്തു? മക്കയിലേക്ക് ചുരുങ്ങി. മക്ക മൊത്തം എന്ത് ചെയ്തു? ലോകത്തേക്ക് മൊത്തം വ്യാപിച്ചു അല്ലേ? അല്ലാതെ അറിയിച്ചു കൊടുത്തില്ലേ? അപ്പൊ ആ ഇബ്രാഹിം നബി പറയാണ്, ലാക്കിൻ കൽബി, കേട്ടോ, എൻ്റെ കൽബിന് തുമൈനിനത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് അതിന് കാര്യം. ഇത് തുമൈനിനത്ത് അതാണ്. മനസ്സിലായില്ലേ? ഒരു കാര്യത്തെ ഇങ്ങനെ കേട്ടറിഞ്ഞ കാര്യത്തെ കണ്ട് നേർക്ക് അങ്ങനെ അറിയിച്ചു കൊടുത്തു അല്ലാഹു തആല. അങ്ങനെ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്തു? അറിയിച്ചു കൊടുത്തു. കുറച്ച് പക്ഷികളെ പിടിച്ച് കൊന്നിട്ട് കുഴച്ച് കഷ്ണം കുഴച്ച് ഉരുളയാക്കിയിട്ട് അതിനെ 4 പർവ്വതത്തിൽ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. ആ ഉരുളകളെ 5 പർവ്വതത്തിൽ കേട്ടോ, ഇത് വിളിക്കാൻ പറഞ്ഞു. അവിടെ പറഞ്ഞു ഇബ്രാഹിമിനോട് വിളിക്കാൻ പറഞ്ഞു കേട്ടോ. ശരിക്കും മരിച്ചത് ജീവിപ്പിക്കണ ആരാ? അല്ലാഹു തആലയല്ലേ? ഇവിടെ ആരുടെ പറയണേ? വിളിക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിന് മുമ്പിലുള്ള സ്ഥാനം മനസ്സിലാക്കണം. വിളിക്കും. അത് 5 ചെയ്തിട്ട് പറഞ്ഞു. അടുത്തേക്ക് ഇബ്രാഹിമിനോട് എന്തെങ്കിലും പറഞ്ഞു അല്ലേ? ആ തിരിച്ചറിവ്, ആ കാഴ്ച ഒരു അപാര കാഴ്ചയല്ലേ? കേട്ടോ.